ഇതാണ് എംബ്രിയോ ഡെവലപ്മെൻറ്റിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജുകൾ. സോ സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്, അത് ഡൈക്കോട്ടിൻ്റെ പിക്ചറാണ്. നമ്മൾ പറഞ്ഞു സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് ഡൈക്കോട്ട് മോണോക്കോട്ടൊക്കെ സിമിലർ ആയിരിക്കും എന്ന് പറഞ്ഞു. സോ ഇത് ഡൈക്കോട്ടിൻ്റെ പിക്ചറാണ്. സോ ആദ്യം നമ്മുടെ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഈ സൈഗോട്ടായി മാറി. ഈ സൈഗോട്ട് എംബ്രിയോ ഫോർമേഷൻ, നമ്മൾ സൈഗോട്ട് ടു എംബ്രിയോന് മുമ്പായിട്ട് നമ്മൾ പറഞ്ഞ എൻഡോസ്പോം ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ അതിൽ സൈഗോട്ട് ടു എംബ്രിയോ ഫോർമേഷൻ മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. സൈഗോട്ട് ആദ്യം ഒരു എംബ്രിയോ സ്റ്റേജിലേക്ക് മാറുന്നു. ഇതാണ് ആദ്യത്തെ എംബ്രിയോ, പ്രോ എംബ്രിയോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫോംഡ് എംബ്രിയോ. ആ പ്രോ എംബ്രിയോ പിന്നെ വേറൊരു ഷേപ്പായി മാറുന്നു. ഇതാണ് ആ വേറെ ഷേപ്പ്ഡ് എംബ്രിയോ, അതിന് ഗ്ലോബുലാർ എംബ്രിയോ. ഇതാണ് ഗ്ലോബുലാർ എംബ്രിയോ. വീണ്ടും ഡിവിഷൻസ് കഴിഞ്ഞിട്ട് അതിൽ കുറേ സസ്പെൻസർ സെൽസുകളൊക്കെ ഫോം ചെയ്ത് ഇതൊരു ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ ആയിട്ട് മാറും. സോ ആദ്യം സൈഗോട്ട് പ്രോ എംബ്രിയോ ആയിട്ട് മാറുന്നു. പ്രോ എംബ്രിയോ ഡിവൈഡ് ചെയ്ത് ഗ്ലോബുലാർ എംബ്രിയോ ആയി മാറുന്നു. ഗ്ലോബുലാർ എംബ്രിയോ വീണ്ടും ഡിവൈഡ് ചെയ്ത് സസ്പെൻസർ സെല്ലോടുകൂടി ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ ആയിട്ട് മാറുന്നു. ഈ ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ വീണ്ടും മെച്യൂർ ചെയ്തിട്ട് മെച്യൂർ എംബ്രിയോ ആയിട്ട് മാറുന്നു. ആ മെച്യൂർ എംബ്രിയോയിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതിൻ്റെ കോട്ടിലിഡൻ, 2 കോട്ടിലിഡൻ, റിസർവ് ഫുഡുള്ള കോട്ടിലിഡൻ, അതിൻ്റെ പ്ലെമ്യൂള്, ഷൂട്ടായിട്ട് മാറാൻ പോകുന്ന ഭാഗം പ്ലെമ്യൂള്, റാഡിക്കിൾ റൂട്ടായി മാറാൻ പോകുന്ന ഭാഗം. ഇതാണ് മെച്യൂർ എംബ്രിയോ. സോ എന്തൊക്കെയാണ്? സൈഗോട്ട് ആദ്യം പ്രോ എംബ്രിയോ ആയിട്ട് മാറുന്നു, വീണ്ടും ഡിവൈഡ് ചെയ്ത് ഗ്ലോബുലാർ എംബ്രിയോ ആയിട്ട് മാറുന്നു, വീണ്ടും ഡിവൈഡ് ചെയ്ത് ഹാർട്ട് ഷേപ്പ്ഡ് എംബ്രിയോ വിത്ത് സസ്പെൻസർ സെൽസ് ആയിട്ട് മാറുന്നു, അത് കഴിഞ്ഞ് വീണ്ടും അത് ഡിവൈഡ് ചെയ്ത് മെച്യൂർ എംബ്രിയോ ആയിട്ട് മാറുന്നു. ഇത്രയാണ് സ്റ്റേജസ് ഓഫ് എംബ്രിയോ ഡെവലപ്മെൻറ്റ് ഇൻ ഡൈക്കോട്ട്. അപ്പോൾ മെച്യൂർ എംബ്രിയോയിൽ നമുക്ക് റാഡിക്കിൾ കാണാം, പ്ലെമ്യൂള്, കോട്ടിലിഡൻ, ഇത്രയും നമുക്ക് ഇൻക്ലൂഡിങ് സസ്പെൻസർ സെൽസ് ഇൻക്ലൂഡിങ് നമുക്ക് ഇത്രയൊക്കെ നമുക്ക് ഒരു മെച്യൂർ എംബ്രിയോയിൽ കാണാം.